ഞാൻ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് കണ്ട് നാട്ടിലേക്ക് പോവാം. കോട്ടക്കുന്ന് മഞ്ചേരിക്ക് പോകണം. ഒരു 12 മണിയാണ്. അപ്പം എൻ്റെ വണ്ടിയിൽ ഒരു മൂല്യാർ കയ്യാട്ടി. അങ്ങനെ ഞാൻ വണ്ടി നിർത്തി. അങ്ങനെ മൂല്യാർ വണ്ടി കയറി. ഞാൻ ഡ്രൈവർ സീറ്റിലും മൂപ്പര് പുറത്തോണം. നല്ല മണമുള്ള നെയ്ച്ചോറുണ്ട് മൂപ്പരെ കയ്യിലൊരു കവറിൽ. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് ഇത്? സലാത്തിൻ്റെ നെയ്ച്ചോറാണ്. സലാത്ത് ചെല്ലി വട്ടത്തിലിരുന്ന് ചെല്ലി എനിക്ക് കിട്ടിയ നെയ്ച്ചോറാണ്. അപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ചു, ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ഹദീസ് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ വട്ടത്തിലിരുന്ന് കണ്ട് സാഹാബിമാരൊക്കെ മരിച്ചു, നബി മരിച്ചിട്ട് എത്ര കാലം കഴിഞ്ഞു, സാഹാബിമാർ താബീങ്ങൾ ഇവരൊക്കെ ഇങ്ങനെ അതേമാതിരി ഒരു വെള്ളിയാഴ്ച രാവിലെ വട്ടത്തിലിരുന്ന് കണ്ട് സലാത്ത് ചൊല്ലി എന്തെങ്കിലും ഒരു ചരിത്രത്തിൽ രേഖ നിങ്ങൾക്ക് കിട്ടുവച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി എന്താണോ, ഒരു രേഖയില്ല. ആൾക്കാർ ചെല്ലൂലാന്ന്. നമ്മൾ ചെല്ലിപ്പിക്കാനുള്ള ടെക്നിക്കാണിത്. സലാത്ത് ചെല്ലിപ്പിക്കാനുള്ള ടെക്നിക്കാണിത്. ഈ വട്ടം നമ്മൾ പറഞ്ഞാലേ ഒരു ചെല്ലുള്ളൂ. നമ്മൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി കൊടുത്താലേ ഒരു ചെല്ലുള്ളൂ. അല്ലാതെ നമ്മൾ ചെല്ലിക്കൊള്ളി പറഞ്ഞാൽ ചെല്ലുക. പറയാം ഞാൻ പറഞ്ഞ കാലമോ എണ്ണമോ നിർണ്ണയിച്ചിട്ടില്ല സലാത്തിന് എത്ര എപ്പോഴും ചെല്ലണം. അതുകൊണ്ട് ആരും ചെല്ലണില്ല. മൂല്യർ പറഞ്ഞാൽ ആരും ചെല്ലണില്ല. അപ്പോൾ നമ്മൾ ചെല്ലിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ അവസാനം ഒപ്പര് വായക്കാട്ടൊക്കെ അങ്ങോട്ടാണ് മലപ്പുറത്തിറങ്ങി KSRTC കിട്ടുന്നതാണ്. ഇറങ്ങാൻ നേരത്തിനോട് ചുമട്ടി ദ്വാരക്കണട്ടാണ്. അപ്പോൾ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞാൽ തരങ്ങൾ ഇവർക്ക് തന്നെ അറിയാം ഇതിനൊന്നും ഹദീസില്ല, ഇതിനൊന്നും ഒരു രേഖയില്ല എന്നുള്ളത്. ഇതൊക്കെ ആൾക്കാരെ കൊണ്ട് ഓരെന്നെ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് ചെല്ലിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കാണെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ അങ്ങനെ ടെക്നിക്ക് എടുത്ത് ചെല്ലിപ്പിക്കേണ്ട സാധനം നല്ലത്. അങ്ങനെയാണെങ്കിൽ ആ ടെക്നിക്ക് അള്ളാഹുവിൻ്റെ റസൂലിനും സാഹബത്തിനും ഇവരെക്കാൾ നന്നായിട്ട് അറിയുന്നു. ഓലൊന്നും അങ്ങനത്തെ ഒരു ടെക്നിക്ക് പുറത്തെടുത്തിട്ടില്ല. ആൾക്കാർ ചെല്ലിക്കോട്ടെ വിചാരിച്ചിട്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ സ്നേഹമുള്ളോൻ ചെല്ലും. എന്തെങ്കിലും ലാഭം ഇവിടെ എന്തിനാ ഇപ്പോൾ സലാത്തില്ലാണ്? ഇത്ര എണ്ണം ചെല്ലിയാലും നമ്മൾ എന്നെ കാര്യം നടക്കും. മറ്റേത് മകളെ കല്യാണം ശരിയാകാൻ വേണ്ടി 100 സലാത്ത്. നമ്മളെ കാര്യം നേടാനല്ല, നമ്മളെ മകളെ കല്യാണം ശരിയാകാനാണ് നമ്മൾ സലാത്തില്ലാണ്. അള്ളാന്റെ റസൂലിനോട് സ്നേഹമുണ്ടോ? അള്ളാന്റെ റസൂൽ ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആ 23 വർഷത്തെ പ്രവാചക ജീവിതത്തിൽ ഈ ദീന് ദഅവത്ത് നടത്താൻ സഹോദരങ്ങളെ, ഇസ്ലാം മുസ്ലിമായി ജീവിക്കാൻ, ഈ തൗഹീദ് പ്രഖ്യാപിക്കാൻ, ആ പ്രഖ്യാപിച്ച തൗഹീദിൽ അടിയുറച്ച് നിലകൊള്ളാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സഹിച്ച ത്യാഗം എത്രയാണെന്ന് മനസ്സിലാക്കിയ ഒരാള് നബിയുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലാതിരിക്കൂല സഹോദരങ്ങളെ. സ്വലാത്ത് ചെല്ലാതിരിക്കൂല. അത്രയും പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയിട്ടാണ് ഈ ദീൻ ഇത്ര ഭംഗിയായി നമ്മുടെ കയ്യിലെത്തിയത്. അത് അറിഞ്ഞ് പഠിച്ച മനസ്സിലാക്കി അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്കും അള്ളാഹുവിന്റെ റസൂലിനെ മറക്കാൻ കഴിയില്ല, സലാത്ത് ചെല്ലാതെ കഴിയില്ല. നബിന്റെ പേര് കേൾക്കുമ്പം സലാത്ത് ചെല്ലാതെക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, മകളെ കല്യാണം ശരിയാകാനും മകൻ്റെ വിസ ശരിയാകാനും ജോലി ശരിയാകാനും അഡ്മിഷൻ കിട്ടാനും അല്ല സലാത്ത്. സലാത്ത് പ്രവാചകനോടുള്ള അളവറ്റ സ്നേഹമാണ്. അതുകൊണ്ട് നിരുപാധികമായി എണ്ണം പിടിക്കാതെ, എണ്ണം പറയാതെ, എണ്ണം വെക്കാതെ, സമയം നിർണ്ണയിക്കാതെ സലാത്ത് ചെല്ലാൻ ഉള്ള നിരവാലത്തിലേക്ക് നമ്മുടെ പ്രവാചക സ്നേഹം വളരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റബീഉൽ അവ്വൽ 12 സലാത്ത് ചൊല്ലിയ ഒരു ചരിത്രം ഇസ്ലാമിക ലോകത്തില്ല.